എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്, അതുപോലെ ഏതാണ് പഠിക്കാനായിട്ട് എളുപ്പത്തിലുള്ള കോഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു സംശയം. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ഈ ഒരു മെയ് 31 തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അതുപോലെ തന്നെ ഫറൂഖ് ഓട്ടോണോമസ് കോളേജും ഈ ഒരു മെയ് 31 തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫറൂഖ് കോളേജ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ എന്താണ് ഓട്ടോണോമസ് കോളേജ് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകൾ ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പേജിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി.ac.in എന്ന ആ ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് തന്നെ അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും പിന്നീട് വരുന്ന പേജിൽ UG അഫിലിയേറ്റഡ് കോളേജസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് BA സൈക്കോളജി ഉണ്ടോ, അതുപോലെ തന്നെ BA മലയാളം ഉണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യത്തിനും അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് +2 പഠിച്ചത് അതിന് സംബന്ധിച്ചുള്ള എലിജിബിലിറ്റി ഉള്ള കോഴ്സുകൾ മാത്രമേ പഠിക്കാൻ സാധിക്കുള്ളൂ. BA കോഴ്സുകൾ ഏതൊരു വിദ്യാർത്ഥിക്കും പഠിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ BCA, BBA, അതുപോലെ തന്നെ BA, അതുപോലെ BSc സൈക്കോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഏതൊരു കോഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥിക്കും പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ BBA ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കോഴ്സുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ പ്രോഗ്രാംസ് എന്നുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അതുപോലെ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അതുപോലെ ആ ഒരു കോളേജിൻ്റെ ടൈപ്പ് എന്താണ്, അതായത് അത് ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ എയ്ഡഡ് ആണോ എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന കോളേജുകളും അതുപോലെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സുകളുമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത് +2 അല്ല, അതുകൊണ്ട് തന്നെ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എല്ലാ എക്സാമിനേഷനും ഇംഗ്ലീഷിലാണ് എഴുതേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അത് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ എളുപ്പമാണോ എന്ന് പറയാൻ സാധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും +2 പഠിക്കാനായിട്ട് പിന്നോക്കം നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഡിഗ്രി വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥികൾ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ താല്പര്യം ആ ഒരു കോഴ്സ് ഓപ്ഷനായിട്ട് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന കോളേജുകൾ ഓപ്ഷനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കോളേജ് കൂടി ഓപ്ഷൻസ് വെക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതായത് ഇവിടെ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ആ ഒരു പേര് കാണാം, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അതായത് യോഗ്യത എന്താണ്, അതുപോലെ തന്നെ കോളേജുകൾ ഏതൊക്കെ കോളേജുകളിലാണ് ആ ഒരു കോഴ്സ് ഉള്ളത്, അതുപോലെ ആ ഒരു കോളേജ് ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ വുമൻസ് കോളേജ് ആണോ അതുപോലെ എയ്ഡഡ് ആണോ സെൽഫ് ഫിനാൻസിങ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 27 തീയതിയാണ് ഇതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് വരെ അതായത് ഈ ഒരു 31 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ, അതായത് നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്ത തെറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്രസ്സിലേക്ക് അതായത് UGSWS@kannuruni.ac.in എന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് അയച്ചുകൊണ്ട് ആ ഒരു കാര്യം കൂടി പരിഹരിക്കാവുന്നതാണ്. അപേക്ഷ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അപേക്ഷാ ഫീസായിട്ടുള്ള 600 രൂപ നൽകേണ്ടതായിട്ടുണ്ട്. SC ST PWBD വിഭാഗക്കാർ 300 രൂപ മാത്രമാണ് വിദ്യാർത്ഥികൾ നൽകേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ OBC OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതായത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങൾ SC ST വിദ്യാർത്ഥികളാണെങ്കിൽ സംസ്ഥാന ആവശ്യത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനുമുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ സംസ്ഥാന ആവശ്യത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനുമുള്ള ഈ ഒരു സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള EWS സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. റിസർവേഷൻ ലഭിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു ഡീറ്റെയിൽസുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്.
അതുപോലെ സാമ്പത്തിക ആനുകൂല്യം ആവശ്യമുള്ളവർ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിൽ റിസർവേഷൻ ലഭിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് +2ൻ്റെ ആ ഒരു റിസൾട്ടാണ്. ആ ഒരു റിസൾട്ട്, അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അതായത് ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ഇമെയിൽ IDയും മൊബൈൽ നമ്പറും അത്യാവശ്യമാണ്. അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 600 രൂപ അല്ലെങ്കിൽ 300 രൂപ നിങ്ങൾക്ക് എത്രയാണോ ആപ്ലിക്കേഷൻ ഫീസ് ആ ഒരു ഫീസും ആവശ്യമാണ്. അതുപോലെ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളും നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നാറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് ആ ഒരു ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് അലോട്ട്മെൻറ്റ് ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത്. അലോട്ട്മെൻറ്റ് ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഓരോ ദിവസവും ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അതായത് എപ്പോഴാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക. കാരണം എപ്പോഴാണ് വരിക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഒരു വെബ്സൈറ്റ് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീസ്, അത് നിശ്ചിത ഫീസ് ഏകദേശം 960 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ഒന്നാമത്തെ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ അതായത് ഈ ഒരു 6/6/2024 അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ജൂൺ 6-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം രണ്ടാം അലോട്ട്മെൻറ്റ് 14-ാം തീയതിയാണ് നടക്കുന്നത്, ജൂൺ 14-ന്. അതുപോലെ തന്നെ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും കോളേജിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഏകദേശം 960 രൂപയാണ് അഡ്മിഷൻ ഫീസ് വരുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു സീറ്റ് ഈ ഒരു ഫീസ് അടച്ചുകൊണ്ട് സെക്യൂർ ചെയ്യണം. അതിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം പുതിയൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതിയ കോളേജ് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാം. ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി, അതിനുശേഷം ആ ഒരു ഓപ്ഷൻ തന്നെ മതിയെങ്കിൽ ആ ഒരു അഡ്മിഷൻ ഫീസ് അടക്കുകയും അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ തീയതിയിൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകുകയും അതുപോലെ അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എടുത്തുകൊണ്ട് അതുപോലെ ആവശ്യമായിട്ടുള്ള ഫീസും സഹിതം അതത് കോളേജുകളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ജനറൽ ആയാലും റിസർവേഷൻ ആയാലും കമ്മ്യൂണിറ്റി ആയാലും മാനേജ്മെൻറ്റ് സീറ്റായാലും സ്പോർട്സ് കോട്ട വഴിയാണെങ്കിലും നിങ്ങൾക്ക് പ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൺലൈനായിട്ടുള്ള ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലും പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ആവശ്യമായിട്ടുള്ള രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഫീസ് നിരക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകുന്ന കാര്യത്തിൽ സെൽഫ് ഫിനാൻസ് സെലക്ട് ചെയ്യുമ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻസ് വരെയാണ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ SBI ePay മുഖാന്തരമാണ് ഈ ഒരു അപേക്ഷയ്ക്കുള്ള ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ അടച്ച ഫീസ് ഒരിക്കലും റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു അഡ്മിഷൻ ഫീസായിട്ടുള്ള 960 രൂപയുണ്ട്, അത് അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം അതിലും അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. അതേസമയം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഒരു 960 രൂപ വീണ്ടും ഫീസ് അടക്കണം. നിങ്ങൾ ST ആണെങ്കിൽ അതിൽ ഫീസിൽ ചെറിയൊരു ഇളവുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റും സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഈ ഒരു അഡ്മിഷൻ ഫീസ് അടക്കാതെ വരികയാണെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 6-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 14-ാം തീയതിയുമാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.